ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഞങ്ങളുടെ നാട് കുട്ടനാടാണ്. നെൽകൃഷിയുടെയും അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിൻ്റെയും സ്വന്തം നാട്. സമുദ്രനിരപ്പിൽ നിന്നും താഴെയുള്ള പ്രദേശമായതിനാൽ ഞങ്ങൾ എപ്പോഴും വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന ആൾക്കാരാണ് കേട്ടോ. എന്നാൽ ഈ വർഷം കാര്യമായി എങ്ങനെ വെള്ളമൊന്നും പൊങ്ങിയില്ലെന്നാണ് കേട്ടത്. 2018 ശേഷം വെള്ളപ്പൊക്കമെന്ന് കേൾക്കുമ്പോഴേ ഞങ്ങൾക്കെല്ലാവർക്കും പേടിയാണ്. പക്ഷേ കുഞ്ഞുനാളിലൊക്കെ ഉണ്ടല്ലോ, വെള്ളം പൊങ്ങുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ്. 3-4 ദിവസം സ്കൂളിൽ പോകണ്ടല്ലോ. കാലമൊക്കെ മാറി, അതൊക്കെ കുറേ നല്ല ഓർമ്മകളായിട്ട് മാത്രം മാറി. പിന്നെ ഞങ്ങളുടെ നാട്ടിലെല്ലാവരും ഇപ്പം നെൽകൃഷിയുടെ തുടക്കത്തിലെ തിരക്കുകളിലാണ് കേട്ടോ. നെൽവിത്ത് വിതച്ച് കുറച്ച് നാൾ കഴിഞ്ഞാൽ കുട്ടനാട് എവിടെ നോക്കിയാലും ഹരിതാപവും പച്ചപ്പും മാത്രമാണ്. അതുപോലെ രുചിപ്പെരുമയുടെ കാര്യത്തിലും ടൂറിസത്തിൻ്റെ കാര്യത്തിലും ഒന്നൊട്ടും ഞങ്ങൾ പുറകോട്ടല്ല കേട്ടോ. കുട്ടനാടൻ താറാവും കായൽ മീനുകളും പലതരം ഷാപ്പിലെ കറികളും ഞങ്ങളുടെ നാട്ടിൽ വളരെ സുലഭമാണ്. ഹൗസ് ബോട്ട് ടൂറിസം അതുപോലെ പൊടി പൊടിക്കുന്ന ഒരു ടൂറിസം മേഖലയാണ്. പിന്നെ എൻ്റെ നാടിനുള്ളൊരു പ്രത്യേകത എന്നാണെന്നറിയാമോ? സന്ധ്യ ആകുമ്പോഴേക്കും കാവിലെ കർപ്പൂരത്തിൻ്റെയും ഔസപിതാവിൻ്റെ കുരിശടിയിലെ മെഴുകുതിരി വെട്ടവും ഒക്കെ കൊണ്ട് ഭക്തിസാന്ദ്രമായ സന്ധ്യകളാണ് കേട്ടോ ഞങ്ങൾക്കുള്ളത്. നാട്ടിലെയും ഇവിടുത്തെയും പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.